അധ്യായം 29. എന്നാൽ ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചുകൂട്ടി ഇസ്രായേല്യരും ഇസ്രായേലിൽ ഉള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 100 1000 കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ആക്കീശിനോടുകൂടെ കടന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആക്കീശ് ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രായേൽ രാജാവായ ശൌലിന്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചതു മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്നു പറഞ്ഞു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു. നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയയ്ക്ക. അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനനെ പ്രസാദിപ്പിക്കുന്നത്? ശൌൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. എന്നാറെ ആക്കീശ് ദാവീദിനെ വിളിച്ച് അവനോട്, യഹോവയാണ് നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടെയുള്ള നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതും ആകുന്നു. നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആക്കീശിനോട്, എന്നാൽ ഞാൻ എന്തു ചെയ്തു? എന്റെ യജമാനനായ രാജാവിന്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതി കൂടാതവണ്ണം നിന്നോടുകൂടെ ഇരുന്ന നാൾ മുതൽ ഇന്നുവരെ നീ അടിയനിൽ എന്തു കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആക്കീശ് ദാവീദിനോട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനന്റെ ഭൃത്യന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റുകൊള്ളുക. അതികാലത്ത് എഴുന്നേറ്റ് വെളിച്ചം ആയ ഉടനെ പോയിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫെലിസ്ത്യരോ ഇസ്രായേലിലേക്ക് പോയി.